ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബീഫ് മസാലപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇനി അതൊന്ന് വേവിച്ചെടുക്കുക. ഇനി അത് വെന്ത് വരുന്ന സമയം നമുക്ക് അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ച് ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു തക്കാളി അരിഞ്ഞിട്ട് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ ബീഫ് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബീഫൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. മസാലയും ബീഫൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയിലും കൂടി ചേർത്തെടുക്കുക. മല്ലിയിലും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി അതിലേക്കുള്ള പുട്ട് റെഡിയാക്കാനായിട്ട് ഒരു 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടെടുത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. പുട്ടുപൊടി നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ പുട്ടൊന്ന് കുറ്റിലേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം 1 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ 3 സ്പൂണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇനി ബീഫിൻ്റെ മസാല ഇട്ട് കൊടുത്ത് ഇനി അതേപോലെ കുറ്റി നിറഞ്ഞവരെ അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ പുട്ട് മസാലയൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആവി കയറ്റിയെടുക്കുക. വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ പുട്ട് കുറ്റി വെച്ചെടുത്ത് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.